ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഡിന്നറിന് വേണമെങ്കിലും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലൊക്കെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ നല്ല നല്ല റെസിപ്പീസൊക്കെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അതേപോലെ തന്നെ ലൈക്കും കൂടെ കൊടുത്തേക്കുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് എഴുതി അറിയിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിത് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. മൈദപ്പൊടി മാത്രം വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ബൗളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ അളവിൽ തന്നെ നമ്മൾ കുറച്ച് സവാള ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു മാവ് പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഒരുപാട് കൂടി പോവരുത്. എന്നിട്ട് നമ്മൾ കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളം ചേർക്കരുത്. നമുക്ക് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വിസ്കോ എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കോഴിമുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ബ്രഷാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. അതിങ്ങനെ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഇതിൻ്റെ അടിഭാഗത്ത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാവ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. ഇതിൻ്റെ ഈ ഒരു വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇത്തിരി നേരം നമ്മളിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒരു മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് അപ്പുറം ഇപ്പുറം തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. നല്ല പോലെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതേപോലെ ഡിന്നറിന് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മൈദപ്പൊടി മാത്രമല്ല ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കാണാനും നല്ല മൊഞ്ചായിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടെ അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ കറിയൊന്നും ഇല്ലാതെ നമുക്കിത് കട്ടൻ ചായയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കറി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളെല്ലാ ദോശ ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ കൊടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.